ഓണക്കാലത്തും വിസ്മയം തുടരുകയാണ്. വിസ്മയം എന്നത് കോട്സിലാണ്. കാരണം UDF സർക്കാരിൻ്റെ വക വിസ്മയമാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാകുന്നു. അതിനിടെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്ന അരിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വെട്ടിക്കുറച്ചു. വെള്ള നീല റേഷൻ കാർഡുകൾക്ക് 10 രൂപ മുതൽ 10 രൂപ 90 പൈസ നിരക്കിൽ യഥാക്രമം നൽകിയിരുന്ന 15 കിലോ 10 കിലോ അരിയാണ് വെട്ടിക്കുറച്ചത്. ഇനി മുതൽ 7 കിലോ 3 കിലോ വീതമാണ് നൽകുക. വിപണിയിൽ അരിവില കുതിക്കുമ്പോഴാണ് സാധാരണക്കാരന് ഓണക്കാലത്ത് സർക്കാരിൻ്റെ വക, സതീശൻ സർക്കാരിൻ്റെ വക ഇരുട്ടടി. ഓണം അടുത്തതോടെ പച്ചക്കറികളിൽ പലതിനും വില വർദ്ധിച്ചു തുടങ്ങി. അതേസമയം വിമർശിക്കുന്ന വാർത്തകളോടും സർക്കാരിൻ്റെ അസഹിഷ്ണുത തുടരുകയാണ്. ഇത്തരം പൊതു താല്പര്യത്തിലുള്ള വാർത്തകൾ നൽകുന്നു. അങ്ങനെ കൈരളി ന്യൂസ് നൽകിയ വാർത്തകളും മെറ്റ ഉപയോഗിച്ച് പിൻവലിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് പീപ്പിൾസ് ക്വസ്റ്റ്യൻ: ഈ വിസ്മയം ഓണക്കാലത്തും അനുഭവിക്കേണ്ടി വരുമോ ജനതതി? ഇതാണ് ചോദ്യം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൗഫൽ ചേരുകയാണ്. നൗഫൽ, എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്? എന്തൊക്കെയാണ് ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അനുഭവം? മുൻകാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഉത്സവകാലങ്ങളിൽ, ഓണം, ബക്രീദ്, ക്രിസ്മസ് അടക്കമുള്ള വിശേഷ ദിവസവുമായി ബന്ധപ്പെട്ട് വിപണിയിലേക്ക് ശക്തമായൊരു ഇടപെടൽ മുൻകാലത്തെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ചെയ്തിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഇത്തരത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ജനങ്ങൾ പറയുന്നത്? ജിംഷാദ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഓണക്കാലം കൂടിയാണ്. വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുള്ളത് എന്ന് തന്നെയാണ്. അതായത് 45-നും 50-നും ഇടയ്ക്ക് രൂപയുണ്ടായിരുന്ന 1 കിലോ അരിയുടെ വില ഇന്ന് അത് വിപണിയിൽ 60 രൂപയ്ക്ക് മുകളിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് സാധാരണയായി നമുക്ക് 45 മുതൽ 50 വരെയായിരുന്നു ഓരോ വിവിധങ്ങളായ അരിയുടെയും വില വിവര കണക്ക്. പക്ഷേ ഇന്നത് വിപണിയിൽ ഓരോന്നും 60-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് കഴിഞ്ഞ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ ഉപയോഗിച്ചത് സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ഈ അധികാരത്തിൽ വന്ന് ഈ 3 മാസം കഴിയുമ്പോഴും, പ്രത്യേകിച്ച് ആദ്യ ഓണക്കാലമാണ്, ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണക്കാലം കൂടിയാണ് കടന്നു വരുന്നത്. അവിടെയാണ് ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ അവരുടെ സബ്സിഡി നിരക്കിൽ പോലും ഉണ്ടായിരുന്നതിനെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോയത്. ഇതിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു ന്യായീകരണമൊക്കെ വന്നിരുന്നു. പക്ഷേ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് വിലക്കയറ്റം നിയന്ത്രിക്കാനോ അത് പിടിച്ചു നിർത്താനോ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് മന്ത്രിക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കാറ്ററിംഗ് മേഖലയിലും ഹോട്ടൽ തൊഴിലാളികളിലും ഹോട്ടൽ മേഖലയിലടക്കം വലിയ ഇതുപോലും നേരിടുന്നത്. ഇപ്പോൾ സാധാരണയായി ഒരു കടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തന്നെ പോകുമ്പോൾ ഊണിന് 100 രൂപയ്ക്ക് പുറത്തേക്ക് വില വരുന്നു. അതുപോലെ ഈ കാറ്ററിംഗ് തൊഴിലാളികൾ അല്ലെങ്കിൽ കാറ്ററിംഗ് മുതലാളിമാർ ഇത്തരത്തിൽ ഓർഡറുകൾ സ്വീകരിക്കുമ്പോൾ, മുൻകൂട്ടി കല്യാണ ഓർഡറുകളൊക്കെ സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന വിലയനുസരിച്ചാണ് അവർ ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിലവിലെ വിലയനുസരിച്ച്, ഇപ്പോൾ വില കൂടിയതനുസരിച്ച്, കഴിഞ്ഞ കാലത്ത് വിലയനുസരിച്ച് അവർ വില വാങ്ങുകയും നിലവിൽ ഇന്നത്തെ വിപണിയിലെ വിലയനുസരിച്ച് അവർ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിൽ അവർ വലിയ പ്രതിസന്ധിയാണ്. അത്തരത്തിൽ അവരുടെ കയ്യിൽ നിന്ന് മുതൽ മുടക്കി കച്ചവടം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കാണ് അവർ പോലും പോകുന്നത് എന്ന വിമർശനവും അവരുടെ ഭാഗത്തു നിന്ന്, ആ തൊഴിലാളികളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വിമർശനം കൂടിയാണ്. അത്തരത്തിൽ സർക്കാർ അടിയന്തരമായി കാര്യത്തിൽ ഇടപെടണമെന്ന് അവരുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അത് സർവ്വമേഖലയിലും ഓരോ നേരത്തെ ജിംഷാദ് പറഞ്ഞതുപോലെ പച്ചക്കറിയുടെ മേഖലയിലായാലും മത്സ്യ മാംസ എല്ലാ മേഖലയിലും ഈ പറയുന്ന വിലക്കയറ്റം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരു കിലോ പറയുന്ന, നേരത്തെ കോഴിയിറച്ചിയുടെ കാര്യം വരുമ്പോൾ 1 കിലോ അത് 200 രൂപയിലേക്ക് പോകുന്നു. പഞ്ചസാരയുടെ വില, അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഗണ്യമായ രീതിയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്തതിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. അത് നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം കൂടി എന്തായാലും ഇപ്പോൾ ശക്തമാണ്. അത്തരത്തിലാണ് മന്ത്രി അനൂപ് ജേക്കബിന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടിയും വന്നു. മാത്രമല്ല ജിംഷാദ് പറഞ്ഞതുപോലെ അതായത് സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്നത് പോലും വെട്ടിക്കുറയ്ക്കേണ്ട, അതിൻ്റെ അളവിൽ തന്നെ വ്യക്തമായ കുറവ് വരുത്തേണ്ട ഒരു സാഹചര്യം പോലും എത്തിയിരിക്കുന്നു. ഇപ്പോഴും ഗുരുതരമായ പ്രതിസന്ധി തുടരുമ്പോഴും ഈ ഓണക്കാലം നമുക്കറിയാം, 2 ആഴ്ചക്കകത്ത് ഓണം വരികയാണ്. അതിനുപോലും ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ യാഥാർത്ഥ്യം. അജിംഷാദ്.